നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. വിഴിഞ്ഞം പദ്ധതി അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ആരംഭിക്കുകയാണ്. ഇമ്പോർട്ട് നടന്നു, ഇനി അതിൽ എക്സ്പോർട്ട് മേഖലയിലേക്ക് കൂടി ഭാരതം കുതിച്ചെത്തുന്നു. അങ്ങനെ ഒരു സാധ്യത പരിഗണിച്ച് വിഴിഞ്ഞം പോലുള്ള വലിയൊരു പ്രോജക്റ്റ് അതിൻ്റെ ഒരു സാധ്യത പരിഗണിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ചും അതിനെ ഈ രീതിയിൽ വളർത്തിയെടുത്തതിൻ്റെ പിന്നിലെ ഘടകം, പ്രേരണാ ഘടകം എന്ന് പറഞ്ഞത് BJP സർക്കാർ തന്നെയാണ്. അവർ തന്നെയാണ് അതിൻ്റെ ഏറ്റവും അധികം വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയത്. എന്നിട്ടും BJPയുടെ നേതാക്കൾ, മന്ത്രി എല്ലാം തന്നെ ഇന്നത്തെ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് അതിൻ്റെ പിന്നിലെ കാരണം? നമ്മുടെ വിഴിഞ്ഞം ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ പോർട്ടാണ്, നമുക്കറിയാം അല്ലേ. അതായത് വലിയ കപ്പലുകളിൽ വരുന്ന കണ്ടെയ്നറുകൾ നമ്മൾ ഇവിടെ തുറമുഖത്ത് എത്തിക്കഴിഞ്ഞാൽ ക്രെയിൻ ഉപയോഗിച്ച് അത് ചെറിയ കപ്പലിലേക്ക് മാറ്റും. എന്നിട്ട് അത് ചെറിയ തുറമുഖങ്ങളിലേക്ക് ഇവിടുന്ന് കൊണ്ടുപോവുകയാണ്. അപ്പം അതായത് നമ്മൾ വലിയ നമുക്കിപ്പോൾ അങ്ങനെ ഇന്ത്യയിൽ അത്രയും വലിയ തുറമുഖങ്ങളെന്ന് പറയാനായിട്ട് മുന്ദ്ര പോർട്ടും ബോംബെ പോർട്ടും ഒക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ വന്ന് ഇറങ്ങുന്ന അല്ലെങ്കിൽ അങ്ങനെ വരുന്ന സാധനങ്ങൾ അവിടെ നിന്ന് പിന്നീട് നമ്മൾ റോഡ് മാർഗ്ഗമാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ റെയിൽ മാർഗ്ഗമാണ് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴിതാ അവിടെ നിന്നൊക്കെ ചെറിയ കപ്പലുകളിലേക്ക് മാറ്റിയിട്ട് ഇന്ത്യയിൽ ചെറിയ നിരവധി തുറമുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതുപോലെ വിഴിഞ്ഞം ഒരു വലിയ തുറമുഖമായതുകൊണ്ട് വലിയ കണ്ടെയ്നറുകൾ വഹിച്ചുകൊണ്ടുള്ള കപ്പലുകൾക്ക് ഇവിടെ അടുക്കാൻ കഴിയുന്നത് കൊണ്ട് അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം അതിൽ നിന്ന് ചെറിയ കപ്പലിലേക്ക് അത് മാറ്റി അതത് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ കൂടെ അടുത്തൊരു ഘട്ടം നമ്മൾ ഈ തുറമുഖം ഇങ്ങനെ വികസിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് നമ്മൾ ആരംഭിച്ച് 2-3 വർഷം കൊണ്ട് തീരുന്ന ഒരു പ്രോജക്റ്റ് അല്ല അത്. അപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇവിടുന്ന് റോഡ് മാർഗം നമ്മൾ കണ്ടെയ്നറുകൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ ചെറിയ കപ്പലിൽ കൊണ്ടുവരുന്ന കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കി വെച്ചിട്ട് അത് പിന്നീട് വലിയ കപ്പലിലേക്ക് കയറ്റുക. അങ്ങനെ വലിയ കപ്പലിലേക്ക് കണ്ടെയ്നർ കയറ്റി അയക്കുന്ന ഒരു ഇറക്കുമതി മാത്രമല്ല കയറ്റുമതിയും കൂടി ഇവിടെ നിന്ന് നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തുറമുഖത്തെ അതിൻ്റെ അടുത്ത ഡെവലപ്മെൻറ്റിലേക്ക് അത് പോയി. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരു സംയോജിതമായ പ്രവർത്തനം കൊണ്ടാണ് ഈ തുറമുഖം ഇത്രയും നിർമ്മാണം പൂർത്തിയായി ഇങ്ങനെയൊക്കെ അതൊരു നല്ല പദ്ധതിയായി നമുക്ക് വരുമാനം ഉണ്ടാക്കി തരുന്നൊരു പദ്ധതിയായി മാറിയിരിക്കുന്നത്. ഇവിടെ ഇന്നിപ്പോൾ ഈ ഘട്ടം ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി VD സതീശൻ്റെ നേതൃത്വത്തിൽ വലിയ പദ്ധതികളും പരിപാടികളും ഒക്കെ ഒരുക്കി ആഘോഷപൂർവ്വം ഇത് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചു, ഫ്ലാഗ് ഓഫ് ചെയ്യാൻ തീരുമാനിച്ചു. മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കേണ്ടിയിരുന്നത് കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാളാണ്. അദ്ദേഹം ആസാമിൽ നിന്നുള്ള മന്ത്രിയാണ്, നമുക്കറിയാം. അദ്ദേഹം ഇന്ന് വരും എന്നാണ് ഇവരെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ അദ്ദേഹം വരില്ല എന്നറിയിച്ചു. അപ്പോൾ എന്താണ് കാരണം എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ BJPയുടെ MLA-മാർ, ഇപ്പോൾ വിഴിഞ്ഞ MLA സ്വാഭാവികമായിട്ടും അതിൽ പങ്കെടുക്കും. അതുപോലെ പ്രതിപക്ഷത്തുനിന്നുള്ളവരും പങ്കെടുക്കും. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരെ ക്ഷണിക്കും. BJPക്ക് ഇപ്പോൾ 3 MLA-മാരുള്ളത് കൊണ്ട് BJPയുടെയും പ്രതിനിധിയെ MLA ആയിട്ടുള്ള പ്രതിനിധിയെ ക്ഷണിക്കും. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ തൊട്ടടുത്ത് ഈ വിഴിഞ്ഞത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് നേമമാണ്. അപ്പം നേമത്തെ പിന്നെ MLA രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം വന്നില്ല. അദ്ദേഹത്തിന് ബാംഗ്ലൂർ എന്തോ ഒരു ചടങ്ങിൽ പങ്കെടുക്കണം, വ്യക്തിപരമായ ഒരു കാരണത്താൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കണം, അതുകൊണ്ട് അദ്ദേഹം വരില്ല എന്ന് അറിയിച്ചിരുന്നു. അങ്ങനെ ഇവർ V മുരളീധരൻ MLA ക്ഷണിച്ചിരുന്നു, അദ്ദേഹം വന്നില്ല. അതുപോലെ ഈ വിഴിഞ്ഞം തുറമുഖത്തിനോട് അടുത്ത് കിടക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ VV രാജേഷാണ്. VV രാജേഷിനെ ഇവർ ക്ഷണിച്ചിരുന്നു. അല്ല, വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് കോർപ്പറേഷൻ്റെ തൊട്ട് അടുത്താണ് കിടക്കുന്നത്. തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ രാജേഷിനെ ക്ഷണിച്ചിരുന്നു, പക്ഷെ മേയർ എന്നുള്ള നിലയ്ക്ക് രാജേഷും പങ്കെടുത്തില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ട് BJPക്കാരല്ല ഇതിനെ അങ്ങ് ബോയ്ക്കോട്ട് ചെയ്തു, ഇതിനെ ബഹിഷ്കരിച്ചോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അപ്പോൾ ആ ഒരു അന്വേഷണം മാധ്യമപ്രവർത്തകരും ഒക്കെ അന്വേഷിക്കാൻ തുടങ്ങി. എന്താ ഈ BJPക്കാരും ഒന്നടങ്കം പരിപാടിക്ക് വന്നില്ല, ആരും BJPയിൽ നിന്ന് ആരും പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നുള്ളത് വന്നപ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അത് അന്വേഷിച്ചപ്പോഴാണ് പൊതുവെ BJPയുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരം,
ഈ വന്ദേ മാതരം ആലപിക്കാതെ സ്വാതന്ത്ര്യ ദിനത്തിൽ വി.ഡി. സതീശൻ സർക്കാർ വന്ദേ മാതരത്തെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്തു. വന്ദേ മാതരം ആലപിക്കാതെ അതിനെ ഒഴിവാക്കി കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും ഇത് വന്ദേ മാതരത്തിനോട് വിമുഖത കാണിച്ചു. അതാണ് BJPയുടെ ഈ ബോയ്ക്കോട്ടിനുള്ള കാര്യം. ഈവൻ കേന്ദ്രമന്ത്രി പോലും പങ്കെടുക്കാതിരുന്നതിൻ്റെ കാരണം അതാണെന്ന് BJPക്കാർ അടക്കം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് വലിയ വിഷയമാണ്. കാരണം നമുക്കറിയാം, കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് അല്ലേ. ഇവിടെ വരുമാനമില്ല. ഒരു വിഴിഞ്ഞം കണ്ടുകൊണ്ട് കേരളത്തിന് ഒരു വർഷം കിട്ടുന്ന ഏതാനും സഹസ്ര കോടികളിൽ നിൽക്കുന്നതല്ല കേന്ദ്രത്തിൻ്റെ ചെലവ് എന്ന് പറയുന്നത് അല്ലേ. വലിയ കേന്ദ്രം ഇപ്പം തന്നെ 5 ലക്ഷം കോടിക്ക് അപ്പുറത്തോ ഇപ്പുറത്തോ ആണ് കടം നിൽക്കുന്നത്. അപ്പോൾ വലിയ രീതിയിൽ നമ്മൾ പലിശ കൊടുക്കാൻ തന്നെ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷവും വലിയ തുക നീക്കി വെക്കുന്നു. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം, അതുപോലെ സർക്കാർ ജീവനക്കാർ പെൻഷനായവരുടെ പെൻഷൻ കൊടുക്കണം. ഇതൊക്കെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഓണം ആഘോഷിക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. ഓണം ഇങ്ങെത്തി, നമ്മൾ അത്തം വിട്ടു തുടങ്ങി അല്ലേ. ഇനി ഏതാണ്ട് 7-8 ദിവസം കഴിഞ്ഞാൽ ഓണമാണ്, തിരുവോണം ആഘോഷിക്കണം നമ്മൾ. പക്ഷേ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. 2500 കോടി കടമെടുക്കാൻ നിൽക്കുകയാണ് സർക്കാർ. അപ്പോൾ അത് സർക്കാർ സാധാരണ രീതിയിൽ എങ്ങനെയാണോ കടമെടുക്കുന്നത് അതുപോലെ കടമെടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയ വെല്ലുവിളിയാണ്. ഇവിടെ കേന്ദ്രം കൃത്യമായിട്ട് ഈ ബോയ്ക്കോട്ട്, ഈ ബഹിഷ്കരണത്തിലൂടെ BJP നൽകുന്ന ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ ഇനിയും വന്ദേ മാതരത്തോട് ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് അർഹിക്കുന്ന സഹായം അർഹിക്കുന്ന സമയത്ത് ഇവിടെ എത്തില്ല. അതായത് കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കൃത്യമായിട്ട് കേരളത്തിൻ്റെ വിഹിതം PM ശ്രീ പിന്നീട് ചെന്ന് ഒപ്പിടാനും കാരണമായത് മറ്റൊരു വിഷയമാണ്. PM ശ്രീ മറ്റൊരു വിഷയമാണ്. എങ്കിലും അതിൻ്റെ ഇത് സൂചിപ്പിക്കാൻ, അതായത് ഇവിടുന്ന് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങളുണ്ട്, പദ്ധതി വിഹിതങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ റവന്യൂ വരുമാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് കിട്ടേണ്ടത് ഉണ്ട്. ഈ GSTയുടെ ഒക്കെ ഓഹരി നമുക്ക് കിട്ടണമല്ലോ. അത് സമയത്തിന് കിട്ടില്ല. കാരണം പലപ്പോഴും കേരളം കണക്ക് കൊടുക്കുന്നത് വളരെ വൈകും, അതുപോലെ തെറ്റായ കണക്കുകൾ കൊടുക്കും. ഇതെല്ലാം കാലങ്ങളായിട്ട് കേരളം ചെയ്തു വരുന്നതാണ്. പണ്ട് കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ CPM ആണ് ഭരണപക്ഷത്തെങ്കിൽ ഇവർ വരട്ടും. ഇവിടെ ശരിക്കും കോൺഗ്രസ് ഭരണപക്ഷത്ത് വരുന്ന കാലത്ത് പോലും നമുക്കറിയാം, ഈ SSA സർവശിക്ഷാ അഭിയാൻ്റെ ഫണ്ട് വലിയ തുക 100-400 കോടി രൂപ വന്നത് വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ട് തോമസ് ഐസക് ധനമന്ത്രിയായിരിക്കുന്ന കാലത്ത് എന്ന്. ഇത് ഞാനല്ല പറഞ്ഞത്, സാക്ഷാൽ ഉമ്മൻചാണ്ടിയാണ് പറഞ്ഞത്. അതായത് പണ്ട് തോമസ് ഐസക് പറഞ്ഞു, കേന്ദ്രം 2006 VS സർക്കാരിന് ഈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ വൈകിയപ്പോൾ തോമസ് ഐസക് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ഏതെങ്കിലും അർഹതപ്പെട്ട പണം പിടിച്ചു വെച്ചാൽ ഞങ്ങൾ വേണ്ടി വന്നാൽ മോഷ്ടിക്കും എന്ന് പറഞ്ഞു. അന്ന് അതിന് പകരം ഉമ്മൻചാണ്ടി കൊടുത്ത മറുപടി, നിങ്ങൾ മോഷ്ടിക്കുകയാണ് ചെയ്തത്, കാരണം ഇന്ന പദ്ധതിക്ക് വേണ്ടി വന്ന പണം ആ പദ്ധതിക്ക് ചെലവഴിക്കാതെ വകമാറ്റി ചെലവഴിച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞത് സഭയിലൊക്കെ വലിയ ബഹളമായ ഒരു സംഗതിയാണ്. ഇരിക്കട്ടെ. അപ്പോൾ ഈ തരത്തിൽ കേരളത്തിനെ വരിഞ്ഞു മുറുക്കാൻ കേന്ദ്രത്തിന് സാധിക്കും. കേരളമാണെങ്കിൽ സമയത്തിനൊരു കണക്കും കൊടുക്കില്ല. ഈ പറഞ്ഞതുപോലെ പദ്ധതി വകമാറ്റി ചെലവഴിച്ചിട്ട് അപ്പോൾ കണക്ക് ചോദിക്കുമ്പം കണക്കില്ല. ഇതിങ്ങനെ ഈ സംസ്ഥാനവും കേന്ദ്രവുമായിട്ടുള്ള ഒരു ഒരസലിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ ഈ കോൺഗ്രസ് വലിയ ബലം പിടിക്കാതെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, പിന്നെ കാരണം 5 കൊല്ലം കഴിഞ്ഞ് കോൺഗ്രസ് ഭരിക്കാൻ വരുമ്പം ഇതിനകത്തെല്ലാം എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി എങ്ങനെയെങ്കിലുമൊക്കെ ഇത് തട്ടിമുട്ടി ഫണ്ട് പാസ്സാക്കി വിടും. ബജറ്റ് അലോക്കേറ്റ് ചെയ്ത പണം കൊടുക്കണമല്ലോ എന്തായാലും. അപ്പോൾ അതൊക്കെ, പക്ഷേ ഈ പറഞ്ഞതുപോലെയാണ്, കണക്ക് കാണിച്ചില്ലെങ്കിൽ പണം കൊടുക്കണ്ടെന്നൊരു വകുപ്പുണ്ട് അതിനകത്ത്, തടഞ്ഞു വെക്കാം. ഇവിടെ കേന്ദ്രം വളരെ കൃത്യമാണ്, കണക്ക് കൊടുത്തില്ലെങ്കിൽ അവർ കാശ് തരത്തില്ല. അത് നമുക്ക് ഈ പല പദ്ധതികളും നേരത്തെ തൊഴിലുറപ്പ് പദ്ധതി അടക്കം ഫണ്ട് ഇങ്ങോട്ട് വരാതിരുന്ന, കേന്ദ്ര ഫണ്ട് ഇങ്ങോട്ട് വരാതിരുന്നതിൻ്റെ കാരണം അന്വേഷിച്ച് പോയപ്പോഴാണ് മനസ്സിലായത് കണക്ക് കൊടുത്തിട്ടില്ല.
ഇവിടെ പറയും കേന്ദ്രം ഞങ്ങളെ വരിഞ്ഞു മുറുക്കുന്നു, കേന്ദ്രം ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് തരുന്നില്ല, ഫാസിസ്റ്റ് സർക്കാർ. എന്ത് ഫാസിസം? ഓഫീസിലെ സഖാക്കന്മാർക്ക് വേണ്ടിയിട്ടാണല്ലോ. അല്ല, കാരണം ഇത് ഭരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ഭരിക്കുന്ന സർക്കാർ കേൾപ്പോരും കേൾവിയും ഉള്ളതാണ്. അവർക്ക് കൃത്യമായിട്ട് കണക്ക് കൊടുക്കണം. കണക്ക് കൊടുത്താലേ അവരതിൻ്റെ അടുത്ത ഘട്ടത്തിലുള്ള പണം ഇങ്ങോട്ട് അനുവദിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിരട്ടി കാശ് വാങ്ങാമെന്ന് വിചാരിച്ചാൽ ആ ഗുണ്ടായുസം ഒന്നും നടക്കില്ല, മോദിയുടെ അടുത്ത് നടക്കില്ല. ഇവിടെയും അതുപോലെയാണ്. ഈ കേന്ദ്രത്തിൽ നിന്ന് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കണമെങ്കിൽ കേന്ദ്രം പറയുന്നത് അനുസരിക്കണം. അനുസരിക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്. സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് മോശമായ കാര്യമൊന്നും അല്ല. ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തെ പോലെയുള്ള അധികാരമൊന്നും സംസ്ഥാന സർക്കാരിനില്ല. ഒരു അധികാരമില്ല. ഫെഡറൽ സംവിധാനത്തിൽ നമുക്ക് ഇവരെന്ത് ഫെഡറൽ, ഇത് കോസി ഫെഡറൽ സിസ്റ്റമാണ്, യൂണിയനാണ്. സംസ്ഥാനങ്ങൾ ഒത്തുചേർന്ന ഒരു രാഷ്ട്രമാണ്. ഇൻഡസ്ട്രക്റ്റബിൾ എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളിത്തരം സാങ്കേതിക പദങ്ങൾ പ്രേക്ഷകർക്ക് അല്ല, ഭരണഘടനയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കേരളത്തിന് ഒരു സംസ്ഥാനത്തിന് പരിപൂർണമായി അതിന് വിട്ടുപോകാനോ മറ്റു കാര്യങ്ങൾക്കോ ഉള്ള അധികാരാവകാശങ്ങളില്ല. ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ടേ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റൂ. ഇനി നമ്മുടെ സംസ്ഥാനത്ത് തന്നെയാണ് ഓൾ ഇന്ത്യ സർവീസ്. ഈ ഓൾ ഇന്ത്യ IAS, IPS, IFS ഇവരെ ആരാണ് നിയന്ത്രിക്കുന്നത്? ഇമ്മീഡിയറ്റ് കൺട്രോൾ മാത്രമാണ് ഇവരിൽ. മെയിൻ കൺട്രോൾ ഇരിക്കുന്നത് സെൻട്രലിന്റെ കയ്യിൽ അല്ലല്ല. ഇവിടെ ഒരു DGPയെ തീരുമാനിക്കുന്നത്, IPSകാരെ IASകാരെ സ്ഥലം മാറ്റുന്നതൊക്കെ കേന്ദ്രത്തിന്റെ കൺസേൺ വേണം. അതെ, അതില്ലാതെ പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ തന്നെ ഈ പറയുന്ന സാധനം മൊത്തം ഫെയിലിയർ ആണ്. അതെ. അപ്പോൾ അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത ബലം പിടുത്തം കേരളത്തിന് നല്ലതല്ല. വന്ദേ മാതരം ആലപിച്ചാൽ ആകാശം ഒന്നും ഇടിഞ്ഞു വീഴില്ല. കൽക്കട്ട ഹൈക്കോടതി ചോദിച്ചതാണ്, ഈ വന്ദേ മാതരം ആലപിച്ചാൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴുമോ? ഇപ്പോൾ മദ്രസകളിൽ വന്ദേ മാതരം ആലപിക്കുന്നത് പിന്നെ ഷിർക്കാണ്, അത് പാപമാണ്, അത് വിശ്വാസത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞാണ് ഹർജിയായിട്ട് ആൾക്കാർ പോയത്. അത് ഹൈക്കോടതി ചെവി തൂക്കി കുടഞ്ഞ് ദൂരെ ഒരു ഏറ് കൊടുത്തു. സുപ്രീം കോടതി ചെന്നിട്ടും രക്ഷയൊന്നുമില്ല. ഈ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് ഇങ്ങനെ അയിത്തം കൽപ്പിക്കുന്നത് എന്തിനാണ്? അപ്പോൾ കേരളം ഇതൊക്കെ ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളെ പൂട്ടാനുള്ള താക്കോൽ കേന്ദ്രത്തിൻ്റെ കയ്യിലുണ്ട്. അത് അവരെടുത്ത് ഒന്നാമത് BJP ആണ്, നരേന്ദ്രമോദിയാണ്, അമിത്ഷായാണ്. അവർക്കൊന്നും യാതൊരു ദാക്ഷിണ്യവും ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല. അവർ വളരെ കൃത്യമായിട്ട് നിങ്ങളെ പൂട്ടാനുള്ളിടത്ത് വെച്ച് പൂട്ടും. ഇത് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് കേരള ജനതയാണ്. എന്തായാലും കേരളത്തിൽ നിന്ന് അവർക്ക് ഒരുപാടൊന്നും MP മാരെ കിട്ടത്തില്ലെന്ന് അവർക്കറിയാം. നിങ്ങൾ ഇടതനും വലതനും കൂടെ ചേർന്ന് വോട്ട് ചെയ്ത് BJPയെ തോൽപ്പിക്കും. അത് അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ തുടർന്ന് വരുന്ന ആ ഒരു നയമുണ്ടല്ലോ, ഒരു സോഫ്റ്റ് കോർണർ, ഒരു മൃദു സമീപനം ഉണ്ടല്ലോ, അതിനെ ഇല്ലാതാക്കാൻ ദയവായിട്ട് കേരളത്തിലെ ഭരണാധികാരികൾ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ശ്രമിച്ചാൽ ഇതൊരു സൂചനയാണ്. ഇതിപ്പോൾ BJP നേതാക്കളൊക്കെ ഈ കാര്യം ഇങ്ങനെ അടക്കം പറയുന്നുണ്ട്. വന്ദേമാതരം ഒന്നും ചൊല്ലിയില്ലല്ലോ, വന്ദേമാതരം സ്വാതന്ത്ര്യം, ഞങ്ങൾ എല്ലാ ദിവസവും എല്ലായ്പ്പോഴും വന്ദേമാതരം ചൊല്ലണമെന്ന് ആവശ്യപ്പെടുന്നില്ല. സ്വാതന്ത്ര്യ ദിനത്തിനെങ്കിലും വന്ദേമാതരം ഒന്ന് ചൊല്ലിക്കൂടെ? നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഊർജ്ജദായകമായ ഒരു ഗീതമല്ലേ അത്? അതൊന്ന് ചൊല്ലുന്നതിൽ എന്താണ് തെറ്റ്? അപ്പോൾ അതിനകത്ത് രാഷ്ട്രീയം കളിച്ച് അതിനകത്ത് മുതലെടുക്കാൻ ശ്രമിച്ച് ഉടനെ വേറൊരു കൂട്ടർ പറയുന്നത് കേട്ട് ഞങ്ങളിവിടെ ഉള്ളത് കൊണ്ടാണ് വന്ദേമാതരം ചൊല്ലാതിരുന്നത്. അപ്പോൾ ഇവർ വരും സഹായത്തിന്. ഈ സർക്കാരിന് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോഴത്തേക്കും ഇതൊക്കെ പറഞ്ഞ നേതാക്കളുണ്ടല്ലോ, AA റഹീമിനെ പോലെയുള്ള, അവരെ വിളിച്ച് ചോദിച്ചാൽ മതി. അവർ കാശ് കൊണ്ടുവന്ന് സർക്കാർ ഖജനാവിൽ അടയ്ക്കും. കേന്ദ്രവുമായിട്ടൊരു ഏറ്റുമുട്ടലിന് പോകാതെ സമരസപ്പെട്ടു പോകുന്നതാണ് സംസ്ഥാന സർക്കാരിന് നല്ലത്. കേന്ദ്രത്തിൻ്റെ സഹായമില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് കേരളം ചെന്ന് വീഴും. സാമ്പത്തിക പ്രയാസം അത്ര രൂക്ഷമാണ്, പ്രതിസന്ധി അത്ര കഠിനമാണ്. അതിനെ നേരിടാൻ സംസ്ഥാന സർക്കാരിന് ഒറ്റയ്ക്ക് സാധിക്കില്ല. അതിനുള്ള വിഭവങ്ങൾ നമ്മുടെ കയ്യിലില്ല. അതാദ്യം നമ്മൾ തിരിച്ചറിയണം. ഉള്ള വിഭവങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. ഒപ്പം കേന്ദ്രത്തിൽ നിന്ന് കാര്യമായ സഹായങ്ങൾ നമ്മൾ വാങ്ങിയെടുക്കണം. ഇപ്പോൾ PM ശ്രീ പദ്ധതി പോലെയുള്ളത് കേന്ദ്രത്തിൻ്റെ ഫണ്ട് കൊണ്ട് 1000 കോടി രൂപ കേരളത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. നമ്മുടെ സ്കൂളുകൾ, തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലെല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഒക്കെ നമുക്കുണ്ടാക്കാൻ സാധിക്കും. അത് എത്രയും വേഗം കേന്ദ്ര സർക്കാരുമായി പാമ്പ് കൊത്തിയും ഓട് പൊളിഞ്ഞ് തലയിൽ വീണ് കുട്ടികൾ അപകടത്തിൽ പെടില്ല. പാമ്പ് കടിച്ച് കുട്ടികൾക്ക് ദാരുണമായ അന്ത്യം സംഭവിക്കില്ല. അങ്ങനെയൊന്നും ഉണ്ടാകാതെ വളരെ കൃത്യമായിട്ട് കുട്ടികൾ പോയിരുന്ന് പഠിച്ച് അടുത്ത തലമുറ
നമ്മുടെ ഭാവി സുരക്ഷിതമാകട്ടെ, അതിലൂടെ നമ്മുടെ നാടിനും പ്രയോജനം ഉണ്ടാകട്ടെ. അതിന് പകരം ഈ ആവശ്യമില്ലാത്ത രാഷ്ട്രീയ നാടകങ്ങൾ കളിച്ച് ഈ പറഞ്ഞതുപോലെ ഈ എന്താ പറയുക, അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിച്ച് അതിൽ നിന്ന് മുതലെടുക്കാൻ, വോട്ട് ബാങ്കുകളെ പ്രീതിപ്പെടുത്താൻ ഒക്കെയുള്ള ശ്രമം നമ്മുടെ കേരള സമൂഹത്തിന് ഭൂഷണമല്ല. സംസ്ഥാനത്തിന് അത് വലിയ ദോഷം ചെയ്യും. ഇനിയെങ്കിലും അത് തിരിച്ചറിഞ്ഞ്, ഇതൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് പോലെയാണ് കേന്ദ്രം ഇപ്പോൾ ഇതിൽ ഇടപെട്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ BJPക്കാർ പറയുന്നത് ശരിയാണെങ്കിൽ അവരൊരു സൂചനയാണ് തന്നിരിക്കുന്നത്. ഇത് കൂടുതൽ കടുപ്പത്തിലേക്ക് പോകും, കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടായി വരും. അതിനൊന്നും പോകാതെ വളരെ നല്ല രീതിയിൽ കേന്ദ്രവും സംസ്ഥാനവും ആ ബന്ധം ഊഷ്മളമായി തുടർന്നുകൊണ്ട് കേരളത്തിന് ആവശ്യമുള്ളതെല്ലാം നേടിയെടുക്കുക, അനാവശ്യ വിവാദങ്ങളുടെ പുറകെ പോകാതിരിക്കുക. അതാണ് വി ഡി സതീശൻ സർക്കാർ ചെയ്യേണ്ടത്. അത് ചെയ്തില്ലെങ്കിൽ കേന്ദ്രം മുറുക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, നമുക്കാണെങ്കിൽ നഷ്ടപ്പെടാൻ ഏറെയുണ്ട്, നേടാനും ഏറെയുണ്ട്. അതുകൊണ്ട് അത് മനസ്സിലാക്കി വേണം സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകേണ്ടത് എന്ന ഒരു അഭ്യർത്ഥനയാണ് ഈ സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും ദേശീയതയിൽ മതം കലർത്താതിരിക്കുക, മതബോധത്തിൽ കുടുക്കി കേരളത്തിൻ്റെ സാമൂഹിക സുരക്ഷയെ നിങ്ങൾ അസ്തമിപ്പിക്കുക, സാമ്പത്തിക സുരക്ഷയെയും